നമസ്കാരം. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപം ഉണ്ടായ മണ്ണിടിച്ചിൽ അത് ഒരു കാരണവശാലും തുരങ്കപാതയുടെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു വീഴ്ചയല്ല എന്നും മറിച്ച് തുരങ്കപാതയ്ക്ക് മുകൾ വശത്തായി ഏതാണ്ട് 240 മീറ്റർ അപ്പുറത്ത് ഒരു ഉരുൾപൊട്ടലുണ്ടായി എന്നാണ് ഇപ്പോൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പറയുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് തുരങ്കപാതയുടെ നിർമ്മാണം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്, അഥവാ അവരാണ് കരാർ എടുത്തിരിക്കുന്നത് എന്നുള്ളതിനാൽ അവർ നൽകുന്ന വിശദീകരണം ഇപ്പോൾ ഇങ്ങനെയാണ്. പരിസ്ഥിതി ലോല പ്രദേശമായ വയനാടിലും പരിസര പ്രദേശങ്ങളിലും ഒരു കാരണവശാലും ടണൽ പോലുള്ള സഞ്ചാരമാർഗങ്ങൾ ഒരുക്കുന്നത്, മല തുരന്നുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ വയനാടിൻ്റെ ഭൗമ സുസ്ഥിരതയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ്. മാത്രമല്ല റിക്ടർ സ്കെയിലിൽ ഭൂകമ്പ സാധ്യത വളരെ അധികം സൂചിപ്പിച്ചിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതിതീവ്ര മഴ കിട്ടുന്ന സംസ്ഥാനത്തിലെ ചുരുക്കം ചില പ്രദേശങ്ങളിൽ മിക്കവാറും 240 മില്ലി മഴ വരെയാണ് വയനാടിൽ കിട്ടാറുള്ളത് എന്ന് പറയുമ്പോൾ അതിവൃഷ്ടി പ്രദേശമായി പോലും വയനാടിനെ പരിഗണിക്കേണ്ടതായി വരും. പശ്ചിമ ഘട്ട മലനിരകളുടെ ഭാഗമായ വയനാടിൽ ഒരു കാരണവശാലും പാറയും മണ്ണും തമ്മിലുള്ള ബന്ധം അത്രത്തോളം സുദൃഢമല്ല. ഏത് സമയത്തും ഒരു ഉരുൾപൊട്ടലോ അല്ല എന്നുണ്ടെങ്കിൽ മണ്ണൊലിച്ചു പോക്കോ എല്ലാം സാധ്യതയുള്ളത് തന്നെയാണ്. ഇതാണ് 2 വർഷം മുമ്പ് മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലൂടെ കേരളം കണ്ടറിഞ്ഞത്. എന്നിട്ടും വയനാടിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന 40 കിലോമീറ്റർ ദൂരം അത് 20 കിലോമീറ്റർ ദൂരമായി കുറയ്ക്കുന്നതിന് വേണ്ടി തുരങ്കപാത എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പിണറായി വിജയൻ സർക്കാർ എത്തുകയായിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലത്താണ്, അതായത് ഭരണമൊഴിയുന്ന സമയത്ത് തന്നെയാണ് 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു 3-ാം ഊഴം പ്രതീക്ഷിച്ചുകൊണ്ട് പിണറായി വിജയൻ തുരങ്കപാതയ്ക്ക് അനുമതി തേടിയെടുക്കുന്നത്. എന്നാൽ കേന്ദ്രത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിസ്ഥിതി ലോലപ്രദേശമാണ് എന്നുള്ളതിനാൽ ഇവിടെ ഏത് തരത്തിലുള്ള നിർമ്മാണ പ്രക്രിയകൾ നടത്താം എന്നൊക്കെയുള്ള പരിസ്ഥിതി പഠനം നടത്തിയതും പിണറായി വിജയന് താല്പര്യമുള്ള ആളുകളാണ്. സാധാരണഗതിയിൽ അതിലോല പ്രദേശത്ത്, അതായത് ഭൗമ നിരീക്ഷണ പ്രകാരം ഭൗമശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വിധത്തിൽ അതിലോല പ്രദേശമായ അതീവ സുരക്ഷാ ഭീഷണിയുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരം നിർമ്മിതികൾ നടത്തുന്നതിന് മുമ്പ് കൃത്യമായി തന്നെ അതിൻ്റെ പരിസ്ഥിതി പഠനങ്ങൾ നടത്തിയിരിക്കണം, പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിരിക്കണം, വന നശീകരണവുമായി ബന്ധപ്പെട്ട വനം വകുപ്പിൻ്റെ പഠനം നടത്തിയിരിക്കണം. ഇങ്ങനെ നിരവധി പഠനങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇത്തരം ഒരു പദ്ധതി ഈ പറയുന്ന നിർദ്ദിഷ്ട സ്ഥാനത്തിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുക. എന്നാൽ വയനാടിൽ നിന്നും കോഴിക്കോട് ആനക്കാംപൊയിലേക്ക് 20 കിലോമീറ്റർ ദൂരം കൊണ്ട് സഞ്ചരിച്ചെത്താൻ സാധിക്കും. പകുതി സമയം കൊണ്ട് വളരെ സുഗമമായി സുരക്ഷിതമായി വയനാട്ടിൽ നിന്നും കോഴിക്കോടേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും, തിരിച്ചും സാധിക്കും എന്ന് പറയുമ്പോൾ അത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം, വയനാട് നിവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്, വികസന കുതിപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു പദ്ധതി രണ്ടാം പിണറായി വിജയൻ സർക്കാർ ചാടിക്കേറി പ്രഖ്യാപിക്കുന്നു. തുരങ്കപാത, ഇരട്ട തുരങ്കപാത പ്രഖ്യാപിക്കുകയും പിന്നീട് ഈ പ്രഖ്യാപനത്തിന് ശേഷം തന്നെയാണ് പരിസ്ഥിതി ലോല പഠന സമിതി ഉൾപ്പെടെയുള്ള ആളുകളെ നിയോഗിച്ചുകൊണ്ട് പഠനം നടത്തുന്നത്. ഇങ്ങനെ ഒരു പദ്ധതി സർക്കാരിൻ്റെ ഒരു പ്രസ്റ്റീജ് പ്രൊജക്റ്റായി അവതരിപ്പിക്കുകയും പിന്നീട് ഈ പ്രസ്റ്റീജ് പ്രൊജക്റ്റ് നടത്തിയെടുക്കുന്നതിന് ആവശ്യമായ രീതിയിൽ ഒരു പഠന റിപ്പോർട്ടാണ് പിണറായി വിജയൻ തയ്യാറാക്കിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പഠന റിപ്പോർട്ടാണ് കേന്ദ്രത്തിന് സമർപ്പിച്ച് ഭാഗികമായി അനുമതി തേടിയത്. 2 ഘട്ടമായി കേന്ദ്ര സർക്കാർ വയനാടിൽ ഇങ്ങനെ ഒരു തുരങ്കപാത നിർമ്മിക്കുന്നതിന് അനുമതി കൊടുക്കുമ്പോൾ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ടായിരുന്നു. ഒരു എൻപവർ കമ്മിറ്റി രൂപീകരിക്കുക. ഈ എൻപവർ കമ്മിറ്റിയിൽ പരിസ്ഥിതി ശാസ്ത്രകാരന്മാരുണ്ടായിരിക്കുക, ഭൗമശാസ്ത്രകാരന്മാരുണ്ടായിരിക്കുക, വന വകുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിദഗ്ധ സമിതി ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള ആളുകളെ എല്ലാവരെയും ചേർത്തുകൊണ്ടൊരു എൻപവർ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇവരുടെ മേൽനോട്ടത്തിലായിരിക്കണം തുരങ്കപാത നിർമ്മാണം എന്ന് പറയുന്നു. മാത്രമല്ല തുരങ്കപാത നിർമ്മാണത്തിൽ പ്രാഗൽഭ്യമുള്ള ആളുകളെ വേണം ഇത് ഏൽപ്പിക്കാൻ എന്ന് കൃത്യമായി ഒരുപാട് നോംസ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് എവിടെയാണ്, എങ്ങനെയാണ് പാലിക്കപ്പെട്ടത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. വയനാട് കള്ളാടി പ്രദേശത്ത് നിന്നും
പാറ മണ്ണും തുരന്ന് തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മല തുരന്നെടുക്കപ്പെടുന്ന പാറയും മണ്ണും ഡംപ് ചെയ്യുന്നതിന് വേണ്ടി സൂക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആദ്യം ഒരു 8 ഏക്കറും പിന്നീട് ഒരു 3 ഏക്കർ സ്ഥലവും ഇവർ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന് ലഭ്യമാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു കരാറിൽ. എന്നാൽ അന്ന് മുതൽ, അതായത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് പാറയും മലയും തുരന്ന് ഈ പാത നിർമ്മിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ മണ്ണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. ഈ മണ്ണാണ് ഈ കഴിഞ്ഞ ദിവസം മഴയത്ത് ഒലിച്ചു പോകുന്നതും ഈ മഴയത്ത് ഒലിച്ചു പോകുന്ന മണ്ണിലാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നു എന്ന് പറയുന്ന 7 പേരും ഇനിയും കണ്ടെത്താനുള്ള അനേകം ആളുകളും മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടാകാം എന്നുള്ള ഒരു സംശയം ദൂരീകരിക്കുന്നത്. എന്തായാലും 7 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു, 7 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, കള്ളാടി മീനാക്ഷി പാലത്തിന് താഴെ വരെ മണ്ണ് ഒലിച്ചെത്തി എന്ന് പറയുമ്പോൾ മീനാക്ഷി പാലത്തിന് സമീപത്ത് ചായക്കട നടത്തുന്ന ആ പരിസരവാസിയായ ഒരാൾ പറയുന്നു, ഈ ദുരന്തം നടക്കുന്ന സമയത്ത് അവിടെ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താമസിച്ചിരുന്ന ആളുകൾ പണി നിർത്തിവെച്ചിട്ട് കുറച്ച് നാളുകളായി മൺസൂൺ പ്രമാണിച്ച് അവിടെ പരിസ്ഥിതി ലോല പ്രദേശമായതിൻ്റെ പേരിൽ നിർത്താതെ പെയ്യുന്ന മഴയെ കണക്കിലെടുത്ത് പണി നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പണി ചെയ്യാൻ വേണ്ടി എത്തിയിരുന്ന ആളുകൾ താമസിച്ചിരുന്ന ലായങ്ങളെല്ലാം അതിന് തൊട്ടടുത്തുണ്ടായിരുന്നു. അവരിൽ ഏതാണ്ട് ഒരു 10-30 പേരോളം ആളുകൾ ഈ മല ഇടിഞ്ഞു വരുന്ന സമയത്ത്, മണ്ണിടിഞ്ഞു വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മീനാക്ഷി പാലത്തിന് സമീപം ചായക്കട നടത്തുന്ന പരിസര നിവാസിയുടെ ഒരു റിപ്പോർട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കണ്ടെത്തിയ 7 മൃതദേഹങ്ങൾ കൂടാതെ മറ്റാളുകൾ ഇതിനടിയിൽ പെട്ടിട്ടുണ്ടാകും എന്ന സംശയം തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ വലിയൊരു ദുരന്തം തന്നെ സംഭവിച്ചിരിക്കുന്നു. എന്നാൽ ഇത് തുരങ്കപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണമോ ഈ അതിലോല പ്രദേശമായ വയനാട്ടിൽ ഇത്തരം ഒരു തുരങ്കപാത നിർമ്മിക്കാൻ പാടില്ല എന്നുള്ള മാധവ് ഗാഡ്ഗിൽ അല്ലെങ്കിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളെല്ലാം അവഗണിച്ചുകൊണ്ട് വയനാട്ടിൽ ഒരു മഴക്കുഴി പോലും എടുക്കാൻ പാടില്ല എന്നാണ് കസ്തൂരി രംഗനും മാധവ് ഗാഡ്ഗിൽ എല്ലാം പറഞ്ഞിരിക്കുന്നത്. കാരണം അത്രത്തോളം അതിലോലമായ ഒരു പ്രദേശം, കല്ലിന്മേൽ കല്ലടുക്കി വെച്ച് മണ്ണുകൊണ്ട് പണിയപ്പെട്ടിരിക്കുന്ന ഒരു മല പോലെ തന്നെയാണിത്. തേങ്ങാപ്പിണ്ണാക്കിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് കുതിർന്നു പോരുന്നത് പോലെ വയനാട്ടിലെ മണ്ണും മലയും ഇടിഞ്ഞു പോരാനുള്ള സാധ്യത അത്രത്തോളം വലുതാണ്. അത്രത്തോളം ഉറപ്പില്ലാത്ത പാറക്കെട്ടുകളും മണ്ണും തന്നെയാണ് അവിടെയുള്ളത്. അതുകൊണ്ട് പലതും മേൽപ്പാറ തന്നെയാണ്, അടിയിലേക്ക് പാറയില്ല, മണ്ണിൽ പുതഞ്ഞു നിൽക്കുന്ന പാറകളാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ചലനം ഉണ്ടാവുകയോ അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ മഴവെള്ളം കുത്തിയൊലിച്ച് ഒരു മഴക്കുഴി ഉണ്ടായി ഈ മഴക്കുഴിയിലൂടെ വെള്ളം അകത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ ഈ വെള്ളം അകത്ത് ചെന്ന് ജീർണിച്ച് അത് വലിയ ഉരുൾപൊട്ടലായി പാറയിടിഞ്ഞ് മണ്ണിടിഞ്ഞ് വരാനുള്ള സാധ്യത വയനാട്ടിലുണ്ട്. അതാണ് വയനാടിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ശാസ്ത്രകാരന്മാരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വയനാട്ടിൽ തുരങ്കപാത നിർമ്മിക്കുന്നതിനാവശ്യമായ ഒരു പദ്ധതി റിപ്പോർട്ട്, പ്രൊജക്ട് റിപ്പോർട്ട് പിണറായി വിജയൻ്റെ താല്പര്യപ്രകാരം ഉണ്ടാക്കിയെടുക്കുകയും അത് കേന്ദ്രത്തിന് സമർപ്പിച്ച് ഒരു അനുമതി നേടിയെടുക്കുകയും പിന്നീട് ഈ തുരങ്കപാത നിർമ്മിക്കുകയും ചെയ്തതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ആനക്കാംപൊയിൽ നിന്ന് ഏതാണ്ട് 100 മീറ്ററോളം പാത ഒരു തുരങ്കം തുരന്നു കഴിഞ്ഞു, മറ്റൊരു തുരങ്കം 20 മീറ്ററോളം തുരന്നു കഴിഞ്ഞു എന്ന് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ്റെ പണി നടത്തുന്ന ആളുകൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആനക്കാംപൊയിലും അവിടെ ഈ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമെല്ലാം വയനാട് കള്ളാടി പ്രദേശത്ത് ദുരന്ത ഭൂമുഖങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെത്തിയ സംഘം ഇനി ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അറിയുന്നത് വരെ, ഈ പഠന റിപ്പോർട്ടുകളും ബാക്കി കാര്യങ്ങളും അറിയുന്നത് വരെ, പ്രത്യേകിച്ച് മഴക്കാലം തീരുന്നത് വരെ ഈ തുരങ്കപാതയുടെ നിർമ്മാണം നിർത്തിവെക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ, അതായത് ഇപ്പോൾ തുരങ്കപാത നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ വീഴ്ചയോ അല്ലെങ്കിൽ അശാസ്ത്രീയമായ രീതികളോ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. ഒരു വിദഗ്ധ സമിതിയെ ഇത് പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാർ തങ്ങളുടെ ഖ്യാതി അല്ലെങ്കിൽ ഈ ഒരു തുരങ്കപാത നിർമ്മിക്കുന്നതിലൂടെ സർക്കാർ വീണ്ടും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു, വികസനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊരു നറേഷൻ സൃഷ്ടിച്ച് വീണ്ടും 3.0 ആവർത്തിച്ച് ഭരണം വരുന്നതിന് വേണ്ടിയും ഈ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷനിലും ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തോളം ജനദ്രോഹകരമായ ഒരു പദ്ധതി വയനാട്ടിൽ കൊണ്ടുവന്നത്. അതിലോല പ്രദേശമായ ഈ വയനാട് പോലുള്ള പ്രദേശത്ത് ഒരു കാരണവശാലും ചുറ്റിക കൊണ്ടൊരു പാറയിൽ ഒരു ആണി പോലും അടിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായ ഭൗമശാസ്ത്രകാരന്മാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലാണ്. ആ മലനിരകൾ തുറന്നുകൊണ്ടാണ് പിണറായി വിജയന്റെ താല്പര്യപ്രകാരം വയനാട്ടിൽ വികസനം എന്നത് പേരിൽ ഇത്തരം ഒരു തുരങ്കപാത നിർമ്മിച്ച് ഒരു ദുരന്തം സൃഷ്ടിച്ച് ദുരന്തപാതയായി മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് പരിസര നിവാസികളും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം സഞ്ചാരയോഗ്യമായ, സുഗമമായ, സുരക്ഷിതമായ പാതകൾ ആവശ്യമാണ്. പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന സഞ്ചാരമാർഗങ്ങൾ ആവശ്യമാണ്. എന്നാൽ അതിലോല പ്രദേശമായ, അതീവ സുരക്ഷ
ഭീഷണിയുള്ള ഈ പ്രദേശത്ത് തീർച്ചയായും ആ ഭൗമ പ്രത്യേകതകൾ പഠിക്കാതെ, നിരീക്ഷിക്കാതെ, ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താതെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ഭൂഷണമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മണ്ണിടിച്ചിൽ എന്നാണ് ആ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും ഇത് തുടർന്നു പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ തുരങ്കം വയ്ക്കുന്ന അനുഭവമായിരിക്കും വയനാടിനുണ്ടാകുക. ഈ തുരങ്കം വയനാടിനെ അക്ഷരാർത്ഥത്തിൽ തുരങ്കം വയ്ക്കുന്ന ഒരു പദ്ധതിയായി മാറും എന്നൊക്കെയാണ് പറയുന്നത്. ദുരന്തത്തിലേക്ക് നയിക്കുന്ന തുരങ്കമായി മാറും എന്നൊക്കെ പരിസര നിവാസികളും വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ എന്ത് തരത്തിലുള്ള നടപടിക്രമങ്ങളായിരിക്കും സർക്കാർ എടുക്കുക, കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.